السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാം പരലോകത്തെത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടബോധമുണ്ടായിത്തീരുമെന്നും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് സങ്കടവും വിലാപവുമൊക്കെ ഉണ്ടായിത്തീരുന്ന അവസ്ഥയുണ്ടായിത്തീരുമെന്നും നാം മനസ്സിലാക്കി. ആരുടെയും സഹായമില്ലാത്ത, ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഭയാനകരമായ ആ പരലോകത്തിലെ ദിനത്തിൽ നമുക്ക് സന്തോഷം ലഭിക്കുവാനുള്ള വഴികൾ വല്ലതുമുണ്ടോ? തീർച്ചയായും സന്തോഷം ലഭിക്കുവാനുള്ള വഴിയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പരലോകത്ത് നമ്മൾക്ക് സന്തോഷം ലഭിക്കാനുള്ള ഒരു വഴിയാണ് നമ്മളുടെ ജീവിതത്തിൽ നാം ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ചോർത്തുകൊണ്ട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. മഹാനായ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. ഖാല മൻ അഹബ്ബ അൻ തസുറഹു സഹീഫതുഹു ഫൽയുക്സിർ ഫീഹാ മിനൽ ഇസ്തിഗ്ഫാർ. നാളെ പരലോകത്ത് തങ്ങളുടെ ജീവിതത്തിൽ വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓരോ കർമ്മങ്ങളുടെയും നന്മ തിന്മകളുടെ ഏടുകൾ തനിക്ക് ലഭിക്കുമ്പോൾ മനസ്സിന് സന്തോഷവും ആനന്ദവുമൊക്കെ ഉണ്ടായിത്തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ നന്മകളുടെ ഏടുകളിൽ ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ ഉണ്ടാകണം, അഥവാ ഇസ്തിഗ്ഫാറുകളെ അധികരിപ്പിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരലോക ജീവിതത്തിൽ എത്തിച്ചേരുന്ന ചില ആളുകൾക്ക് മംഗളം നേർന്നുകൊണ്ട്, അവരെ ആശംസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു: തൂബ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കതീറ. തങ്ങളുടെ കർമ്മങ്ങളുടെ ഏടുകളിൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചിട്ടുള്ളതായ ആളുകൾക്ക് മംഗളാശംസ, അവർക്ക് നന്മ വരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നിരന്തരം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കാൻ അല്ലാഹു തആല നമ്മളെ പരിശുദ്ധമായ ഖുർആനിലെ നിരവധി ആയത്തുകളിലൂടെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. വനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുകയും പിന്നീട് അവനിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുവിൻ എന്ന്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലെ നിരവധി സ്ഥലങ്ങളിൽ വിശ്വാസികളോട് ഇസ്തിഗ്ഫാറിന്, തൗബയ്ക്ക് പ്രേരിപ്പിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അത് മാത്രവുമല്ല, യഥാർത്ഥ മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഗുണമാണ് നിരന്തരമായി അല്ലാഹുവിനോട് പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അല്ലാഹുവിനോട് യാചിച്ചുകൊണ്ടിരിക്കുക, ഇസ്തിഗ്ഫാറുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാൻ എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്: വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. പ്രഭാതത്തിന് മുമ്പുള്ള ആ സഹറിന്റെ സമയമായി കഴിഞ്ഞാൽ അവർ ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരിക്കും. സ്വർഗാവകാശികളെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ സൂറത്തു ദാരിയാത്തിലും സ്വർഗീയമായ അനുഗ്രഹങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ആളുകൾ ഈ നിലയിൽ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകളായിരിക്കുമെന്ന് അല്ലാഹു തആല വിവരിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. നമ്മളുടെ മുമ്പ് കഴിഞ്ഞുപോയ, അല്ലാഹു ഈ ഭൂമിയിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, നന്മ ജീവിതത്തിൽ നിലനിർത്തിയവരുടെ എല്ലാം ഗുണമാണ് നിരന്തരമായി ഇസ്തിഗ്ഫാറുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു: റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചിരിക്കുകയാണ്. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടു പോകും റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തുതാ.
ആദം നബി അലൈഹിസ്സലാം ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമയുടേത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഹമ്മദ് എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലാഹു തആല ഇപ്രകാരം പറയുന്നത് കാണുവാൻ സാധിക്കും. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബിയെ താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുകയും അത് മുറുകെ പിടിക്കുകയും ചെയ്യണം. വസ്തഗ്ഫിർ ലിദംബിക, എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് താങ്കളുടെ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധനാകാൻ നിരന്തരം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെ അറിയിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കുകയാണ്. സഹോദരങ്ങളെ, നാം അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ, പാപമോചനത്തിനായി നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തലബുൽ മഗ്ഫിറത്തി മിനല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നാം പറയുമ്പോൾ അല്ലാഹുവിനോട് നാം മഗ്ഫിറത്ത് തേടുകയാണ്. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഒരു തെറ്റുകൾ പോലും ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന ഒന്നാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ അന്തർലീനമാണ്. ഒന്ന്, അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് നമ്മളുടെ പാപങ്ങളെ മറയിടാനാണ്. അഥവാ സൃഷ്ടികളിൽ നിന്ന് പാപങ്ങളെ പരസ്യപ്പെടുത്താതെ അല്ലാഹു തആല നമ്മൾക്ക് മൂടിവെക്കാനുള്ള ഒരവസരം തന്നു. രണ്ട്, പാപം കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിക്കാതെ, എന്നെ പിടികൂടാതെ വിടണം. ഈ രണ്ട് കാര്യങ്ങളാണ് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാറിലൂടെ ഓരോ മനുഷ്യനും അല്ലാഹുവിനോട് യാചിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ റമളാനിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന 1000 ലക്ഷങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ മഗ്ഫിറത്ത് നേടുമ്പോൾ തീർച്ചയായും നമ്മളും അതിലുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കണം. ഉണർന്ന് പ്രവർത്തിക്കണം. ആത്മാർത്ഥതയോടെ മുന്നോട്ട് നീങ്ങണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.